ഹായ്, എല്ലാവർക്കും ടെക്ലോട്ടൈപ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ വീഡിയോയിലും പറയുന്നത്. മുൻപത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതാണ് നല്ലത്. ആ വീഡിയോയുടെ ലിങ്ക്, മുൻപത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ യൂസിനും ഞാൻ എങ്ങനത്തെ PC ആണ് റെക്കമെൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ എന്താ പറയുക, ഒരു MS ഓഫീസ് ഉപയോഗിക്കുക, ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുക, അത്യാവശ്യം ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, പ്രോഗ്രാമിംഗ്, ഗെയിമിംഗ് ഇതൊക്കെ ചെയ്യാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30-35 റേഞ്ചിൽ വരുന്ന Core i3 അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ Intel Core i3 അല്ലാന്നുണ്ടെങ്കിൽ AMD Ryzen 3 ബേസ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പുകൾ അല്ല ഡെസ്ക്ടോപ്പുകളാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ഹൈ ലെവൽ ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു 30-35 രൂപ, അതായത് 30,000 രൂപയുടെ ഇടയിലായിരിക്കും. സാധാരണ ഒരു സ്കൂളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു +2 ലെവലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് മതിയാവും. ഈ ഒരു സിസ്റ്റം കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്പുകളിൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡ് ഉണ്ടാവില്ല കേട്ടോ. അതും ഒരു കാര്യമാണ്. ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്, അതായത് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു Intel Core i5 അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ Ryzen 5, AMD Ryzen 5 ബേസ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളൊക്കെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലാവുമ്പോൾ അത്യാവശ്യം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, MS ഓഫീസും കാര്യങ്ങളും അതെല്ലാം കൂടാതെ തന്നെ അത്യാവശ്യം ഗ്രാഫിക് ഡിസൈനിങ്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, ഗെയിമിംഗ്, അതുപോലെ അത്യാവശ്യം 3D എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റും. വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു റേഞ്ചാണ് ഈ Intel Core i5 അല്ലാന്നുണ്ടെങ്കിൽ AMD Ryzen 5 ബേസ് ചെയ്തിട്ടുള്ള ഇത്തരം ലാപ്ടോപ്പുകളൊക്കെ. ഇതിലൊക്കെ ചിലപ്പോൾ എല്ലാ വേർഷനിലും ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡ് ഉണ്ടാവില്ല, പക്ഷേ മിക്കവാറിലും ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡുകൾ ഉണ്ടാവും. നിങ്ങൾ എടുക്കുന്ന ഒരു ഗെയിമിംഗ് PC ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡുകൾ ഉണ്ടാവും. ഏകദേശം 50,000 തൊട്ട് 65,000 വരെയാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ ഒരു റേഞ്ചിൽ ഒരു സ്റ്റാർട്ടിംഗ് ലെവലുള്ള ഗെയിമിംഗ് PCകളും കിട്ടും. ഗെയിമിംഗ് PCകളും അതുപോലെ തന്നെ ഗെയിമിംഗ് ലാപ്ടോപ്പുകളും കിട്ടും. ഒരു സേഫ് ആയിട്ടുള്ള സോണാണത്. ഇത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസിനെല്ലാം ഈ പറഞ്ഞ 2 കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ മതി. ഇനി ഹൈ പെർഫോമൻസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ Intel Core i7 അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ AMD Ryzen 7 ബേസ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. ഇതിൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡുകൾ ഉണ്ടാവും, ചിലപ്പോൾ ടച്ച് സ്ക്രീൻ ഉണ്ടാവാം. അതുപോലെ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരും. അതുപോലെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 85,000 തൊട്ട് 1,00,000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഡെസ്ക്ടോപ്പുകളും ലാപ്ടോപ്പുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക. അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ എഡിറ്റിങ്ങും ഗെയിമിങ്ങും 3D മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിച്ച് സാധിക്കും. ഇതിന് മുകളിലേക്ക് ഒരു PC ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. കാരണം ഇതിന് മുകളിൽ പെർഫോമൻസ് വേണ്ടി വരും എന്ന് പറയുമ്പോൾ നമ്മൾ Intel Core i9 അല്ലാന്നുണ്ടെങ്കിൽ AMD Ryzen 9 ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോസറുകൾ ബേസ് ചെയ്തിട്ടുള്ള ഡെസ്ക്ടോപ്പുകളും ലാപ്ടോപ്പുകളൊക്കെ വേണ്ടി വരും. അത് ഏകദേശം 1,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കും വില വരിക. അങ്ങനെ വേണമെന്നുള്ളവർക്ക് വാങ്ങാം, പക്ഷേ അങ്ങനെ വാങ്ങുന്നവർ ആപ്പിളിൻ്റെ മാക്കും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് മാത്രം വാങ്ങിയാൽ മതി. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ പരക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് സോഫ്റ്റ്വെയറിന് പൈസ വേണ്ടെന്നുള്ളത്. അതെന്താ അങ്ങനെ ആയിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ടൊക്കെ ഈ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വിൻഡോസ് അതുപോലെ തന്നെ MS ഓഫീസൊക്കെ ഫ്രീ ആണെന്നാണ്. ഒരിക്കലും അല്ല കേട്ടോ. കാരണം വിൻഡോസിന് തന്നെ അത് 11 ഹോമൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 10,000 രൂപ, MS ഓഫീസ് ബേസിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 4,000 രൂപ, ഇത്രയൊക്കെ വിലയുണ്ട്. അതിൻ്റെ വിൻഡോസ് 11 Pro ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14,000 രൂപയിലും മേലെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. സോഫ്റ്റ്വെയറുകൾക്ക് ഫ്രീ സോഫ്റ്റ്വെയറുകളിൽ അല്ലാന്ന് ഉള്ള എല്ലാ സോഫ്റ്റ്വെയറുകൾക്കും പൈസയുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ ലാപ്ടോപ്പുകൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വിത്ത് OS വാങ്ങിക്കാൻ ശ്രമിക്കുക. വിത്ത് OS വാങ്ങിക്കുമ്പോൾ OSോട് കൂടിയാണ് വരുന്നത്. ചിലതിൽ MS ഓഫീസ് അടക്കം വരുന്നുണ്ട്. അങ്ങനെയുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്, നിങ്ങൾ വാങ്ങിച്ചോ. കാരണം അതാവുമ്പോൾ ഏകദേശം വിൻഡോസിന് പകുതി വില അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4,000 രൂപയ്ക്ക് അപ്പോൾ ശരിക്കും OSന് വില വരുന്നുണ്ടാവുള്ളൂ. പിന്നെ അസംബിൾഡ് PCകൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒറിജിനൽ OS തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനെ ഞാൻ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് തന്നെയല്ല, അത് നല്ലതുമല്ല. ഇത്തരം ഘട്ടത്തിലൊക്കെയാണ് ആപ്പിളിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൽ എപ്പോഴും അവരുടെ സിസ്റ്റംസ് വിത്ത് OS തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അത് തന്നെയല്ല, അത്യാവശ്യം വേണ്ട കുറച്ച് സോഫ്റ്റ്വെയറുകൾ അതുണ്ടാവും. അപ്പോൾ വിലയുടെ കാര്യം നമുക്ക് വലിയ ഹൈ ആയിട്ട് നമുക്ക് തോന്നില്ല. കാരണം എന്തായാലും നമ്മൾ സോഫ്റ്റ്വെയർ കാശ് കൊടുത്ത് മേടിച്ച് വരുമ്പോൾ മാക്കും വിൻഡോസും തമ്മിൽ അത്യാവശ്യം ഭയങ്കരമായൊരു വ്യത്യാസം വരില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നിങ്ങൾ ഗെയിമിംഗ് ലക്ഷ്യം വെച്ചിട്ടാണ് PC എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും PC തന്നെയാണ് നല്ലത്. എനിക്ക് കൂടുതൽ, അതായത് ആപ്പിളിനേക്കാളും വിൻഡോസ് തന്നെയാണ് ബെറ്റർ. ഇതെൻ്റെ അഭിപ്രായം കേട്ടോ. ഇനി മറ്റൊരാൾക്ക് അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ എനിക്ക് പേഴ്സണലി ഗെയിമിങ്ങിന് PC ആണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം,
AMD പ്രോസറിനെ തള്ളിക്കളയരുത്. പലരും പറയും AMD പ്രോസർ മോശമാണ്, അത് മേടിക്കണ്ടെന്നൊക്കെ. അതിനെ നിങ്ങൾ കണക്കിലെടുക്കേണ്ട. AMD പ്രോസറുകൾ നല്ല പ്രോസറുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിൻ്റെ ഏതൊക്കെ പ്രോസറുകളുണ്ടോ അതിനോട് കിടപിടിക്കുന്നതും അതിനേക്കാളും മികച്ചതുമായിട്ടുള്ള പല AMD പ്രോസറുകളുണ്ട്. അപ്പോൾ AMD പ്രോസറുകളെന്ന് വെച്ചാൽ ഒരിക്കലും തള്ളിക്കളയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ HDD, അതായത് പഴയ തരത്തിലുള്ള ഹാർഡ് ഡിസ്കുകൾ ഒഴിവാക്കുക. എപ്പോഴും SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഉള്ള കമ്പ്യൂട്ടർ മാത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് മാത്രം വാങ്ങിക്കുക. അതും NVMe SSD ഉള്ളത് തന്നെ വാങ്ങിക്കുക. SATA SSD ഉള്ളത് വാങ്ങിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. SATA SSD വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷണൽ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ മെയിൻ സ്റ്റോറേജ് എപ്പോഴും NVMe SSD ആയിരിക്കുന്നതാണ് നല്ലത്. അതിനാണ് മാക്സിമം ട്രാൻസ്ഫർ സ്പീഡ് കിട്ടുക. നിങ്ങളുടെ സിസ്റ്റം നല്ല രീതിക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ NVMe SSD ഉപയോഗിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഡെസ്ക്ടോപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മദർ ബോർഡിൽ NVMe SSD സ്ലോട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനത്തെ മാത്രം വാങ്ങാം. ഇനി ആരും തന്നെ പഴയ തരത്തിലുള്ള ഹാർഡ് ഡിസ്കുകൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. അത് തന്നെയല്ല, അതിൽ നിന്നുള്ള OS ലോഡിങ് വളരെ സ്ലോ ആയിരിക്കും. സാധാരണ തരത്തിലുള്ള ഹാർഡ് ഡിസ്കിൽ നിന്ന്, അതായത് പഴയ ടൈപ്പ് ഹാർഡ് ഡിസ്കിൽ നിന്ന് OS ലോഡ് ചെയ്യുന്നതിൻ്റെ ഇരട്ടിയിലധികം വേഗത്തിൽ NVMe ഹാർഡ് ഡിസ്കിൽ നിന്ന് OS ലോഡാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, NVMe SSD ഉള്ള ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും ഉപയോഗിക്കുക. മൂന്നാമത്തെ സംഭവം ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡ്. അതായത് നിങ്ങളൊരു ലാപ്ടോപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗെയിമിങ്ങും അതുപോലെ തന്നെ 3D മോഡലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗ്രാഫിക് പെർഫോമൻസ് നല്ലതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡ് ഉള്ളതാണ് നല്ലത്. മാക്കിൻ്റെ കാര്യം കിട്ടാം. മാക്ക് വേറൊരു സെക്ഷനാണ്. നമ്മൾ വിൻഡോസ് PC നെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ വിൻഡോസ് ലാപ്ടോപ്പുകളെ കുറിച്ച്. അപ്പോൾ അതിൽ എന്തായാലും ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡ് ഉള്ളത് എടുക്കാൻ ശ്രമിക്കുക. 95% ലാപ്ടോപ്പുകളിലും വാങ്ങിച്ചതിന് ശേഷം ഗ്രാഫിക് കാർഡ് ആഡ് ചെയ്യാൻ പറ്റില്ല, മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ലാപ്ടോപ്പുകളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 55-60 റേഞ്ചിലൊക്കെ മിക്കവാറും ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡുകളുള്ള ലാപ്ടോപ്പുകൾ കിട്ടും. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡ് മസ്റ്റാണ്. നാലാമത്തെ കാര്യം, ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ എപ്പോഴും ആൻറ്റി ഗ്ലെയർ സ്ക്രീനുള്ള ലാപ്ടോപ്പ് നോക്കി വാങ്ങാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിരുന്നൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ മിക്കവാറും എന്താ പറയുക, മുകളിൽ നിന്നോ സൈഡിൽ നിന്നൊക്കെ ഉള്ള ലൈറ്റ് സ്ക്രീനിൽ തട്ടി റിഫ്ലക്റ്റ് ആകും. അത് നമുക്ക് മര്യാദയ്ക്ക് സ്ക്രീൻ കാണാണ്ടിരിക്കാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും ആൻറ്റി ഗ്ലെയർ സ്ക്രീനുള്ളത് നോക്കി വാങ്ങാം. പിന്നെ മിനിമം ഫുൾ HD റെസൊല്യൂഷനുള്ള സ്ക്രീനുകൾ തന്നെ ഉപയോഗിക്കുക. അങ്ങനത്തെ സ്ക്രീനുകളുള്ള ലാപ്ടോപ്പ് വാങ്ങാം. കാരണം ഇനി വെറും HD റെസൊല്യൂഷനുള്ള സ്ക്രീൻ കൊണ്ട് വലിയ കാര്യമില്ല. കാരണം നമുക്കത് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മിനിമം ഫുൾ HD റെസൊല്യൂഷനുള്ള ലാപ്ടോപ്പുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം, നെറ്റ്വർക്കിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അറിയാം, എന്നാലും പറയുകയാണ്, ഒരു ഈതർനെറ്റ് പോർട്ട് ഉള്ള ലാപ്ടോപ്പ് വാങ്ങാം. കാരണം ഇപ്പോൾ വരുന്ന മിക്കവാറും ചില ലാപ്ടോപ്പുകളിലൊക്കെ മിക്ക പോർട്ടുകളും ഇല്ല, ഈതർനെറ്റ് പോർട്ടുകളില്ല. ഈതർനെറ്റ് പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൗട്ടേഴ്സൊക്കെ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് കുറച്ച് എളുപ്പമാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്നാലും പറഞ്ഞെന്നുള്ളൂ. ആറാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ CD ഡ്രൈവും കാര്യങ്ങളൊന്നും പുതിയ ലാപ്ടോപ്പുകളിലില്ല. അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ നമ്മൾ ആരും ഉപയോഗിക്കണമില്ല. അപ്പോൾ അത് ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് കണക്കാക്കണ്ട. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് മാത്രം നമുക്കൊരു നല്ല ലാപ്ടോപ്പ് വാങ്ങാൻ പറ്റില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെന്ന് ചാടാനുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ടായ കാര്യങ്ങൾ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അറിയാവുന്ന കാര്യങ്ങൾക്കെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.